നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. നാടൻ പച്ചക്കറി ഹോർട്ടികോർപ്പ് വിളമ്പാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പച്ചക്കറി നാടനാണ്, പക്ഷേ തമിഴ്നാടനാണ് എന്ന് മാത്രം. ഹോർട്ടികോർപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ സവിശേഷമായ ഈ കൃഷിരീതി മന്ത്രി നേരിട്ടെത്തി തന്നെ കണ്ടുപിടിച്ച് കളഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങുക, നാടനാണെന്ന് ചാപ്പ കുത്തുക, അത് ജനങ്ങൾക്ക് നൽകുക. ലളിതസുന്ദരമായ മനോഹരമായ ഏർപ്പാട്. വരൂ സാർ. സാർ, ഇതാണ് വഴി. അകത്തേക്കുള്ള വഴി ഇതാണ്. സേഡികളുടെ വഴി ഏതാണെന്ന് സേഡികൾക്കറിയാം. യെസ്, കള്ളക്കടത്തുകാർക്കെതിരെ നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കണ്ട് ഭയപ്പെടരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഭയപ്പെടാനോ? ഞങ്ങളോ? അപ്പൊ ഞങ്ങളുടെ പൂർവ്വചരിത്രമൊന്നും അദ്ദേഹം അറിഞ്ഞു കാണില്ല. തമിഴ്നാട്ടിലെ അധോലോകം നടുങ്ങിയ വാർത്തയൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ? അതൊക്കെ വന്നിട്ടുണ്ട് സാർ. എന്നിട്ടാണോ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറയുന്നത്? കള്ളക്കടത്തുകാരും കൊലപാതകങ്ങളും ഇനി അവന്മാരുടെ തല പുറത്ത് കാണിക്കില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ പരാതി കേൾക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇവിടെ ആനയറയിലെ വേൾഡ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നതെന്നും തമിഴ്നാട് കച്ചവടക്കാരുടെ സാധനങ്ങളാണ് ഹോർട്ടികോർപ്പിൻ്റെ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കുന്നതെന്നാണ് പരാതി ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ഇത് നേരിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സെക്രട്ടറി രാജീവ് നാരായണസ്വാമിയോടൊപ്പം ഞാനിവിടെ ഒരു ആരെ അറിയിക്കാതെ വന്നതാണ്. കോൺസ്റ്റബിൾ, ഡയറി എടുക്കൂ, ആ ടേപ്പും എടുക്കൂ കോൺസ്റ്റബിൾ. എന്നിട്ട് വാതിൽ നിന്ന് ദൂരം അളക്കൂ. എത്രയുണ്ട്? ഒരു 3-3.5 അടി വരും. ഓ, ആ ഡയറിയിൽ രേഖപ്പെടുത്തു. വന്നപ്പോൾ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ രജിസ്റ്ററിൽ ഒരു ഷാജികുമാറും പിന്നെ 2 പേരുടെ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലെ സാധനങ്ങൾ ഒരു ഏജൻറ്റ് വഴി കൊടുക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൃഷിക്കാരുടെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് രജിസ്റ്റർ ഒന്നും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് സാധനങ്ങളാണ് കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതൊക്കെ വളരെ ഫ്രഷായിട്ട് സാധനങ്ങളാണ്. ഈ ചാലയിൽ നിന്ന് വരുന്നതെല്ലാം വളരെ തേർഡ് ക്വാളിറ്റി ഐറ്റംസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യം. ഇപ്പോൾ വന്ന് ഇറക്കിയിരിക്കുന്ന പച്ചപ്പയർ തന്നെ 3ാമത്തെ ക്വാളിറ്റിയാണ്. തക്കാളി കുറേ നല്ല തക്കാളി ഉണ്ട്, പക്ഷേ ഭൂരിപക്ഷം മോശപ്പെട്ട തക്കാളിയാണ്. മരച്ചീനി ഇവിടെ ധാരാളം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷെ മരച്ചീനി തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. ചേന കർക്കിടക മാസത്തിൽ ചേന ഏറ്റവും അധികം ഉണ്ടാകുന്നതാണ് കേരളത്തിലാണ്. പക്ഷേ അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ്, മൈസൂരിൽ നിന്നുള്ള സാധനങ്ങളാണ് വരുന്നത്. ഇവിടെ ഉണ്ടാകാത്ത സാധനങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വാങ്ങാൻ അനുമതിയുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എല്ലാ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുകയാണ്. അതും നല്ല ക്വാളിറ്റി അല്ലാത്ത സാധനങ്ങൾ ഒരേ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ നിരന്തരം വാങ്ങിയതിൻ്റെ രജിസ്റ്ററാണ് ഞാൻ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. തക്കാളിക്ക് എന്താ വില? കിലോ 5 രൂപ. 5 രൂപയോ? 3 രൂപക്ക് കൊടുക്കുവോ? എന്തോ പോട്ടെ, 3.25. ഇത് വിൽപ്പനയ്ക്കല്ല, കാഴ്ചക്ക് വെച്ചതാ. സാറന്മാർ നടന്നാട്ടെ. ഓണത്തിന് മുമ്പായി ഈ സിസ്റ്റത്തിനകത്തുള്ള തകരാറുകൾ പരിഹരിക്കണം എന്നുള്ളതുകൊണ്ടാണ് നേരിട്ട് വന്ന് പരിശോധന നടത്തി ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. ഞാൻ വിചാരിച്ചേക്കാൾ അപകടകരമായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏജന്റന്മാരുടെ കളിയാണ്. ഇവിടെ പിന്നെ ഇവിടുത്തെ തൊഴിലാളികൾ ചോദിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങളിവിടുത്തെ വന്നിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വരുന്നു, അവരോട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ ഒരു വണ്ടി അവരോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ബൈപ്പാസിൽ കിടക്കുന്ന ലോറിയിൽ നിന്ന് സാധനം മറിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ പാളയം മാർക്കറ്റ്, ചാല മാർക്കറ്റ്, ഇതിനേക്കാൾ നല്ല ചാല മാർക്കറ്റ് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്താൽ മതിയായിരുന്നു നമുക്ക്. ഇവിടെ ഗവൺമെൻറ് ഇത്രയും വലിയ കെട്ടിടം പണിതിട്ടേണ്ട കാര്യം, ചാല മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് വേണ്ടി ഒരു കെട്ടിടം പണിതിട്ടേണ്ട കാര്യം സർക്കാരിനില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ ഈ മാർക്കറ്റിനകത്ത് തമിഴ്നാടിൻ്റെ കച്ചവടം നടത്താൻ ഏജന്റുമാരായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കർശന നടപടി ഉണ്ടാവും. കത്തിരിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ്. തക്കാളി, കത്തിരിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക. தக்காளி, வெண்டைக்காய், பாவைக்காய், கீரை, புடலங்க. தக்காளி என்ன விலை? கிலோ 5 ரூபா. 5 ரூபாயா? நேத்து மார்க்கெட்ல 4 ரூபாய் இருந்தது. இருக்காதம்மா, இது சுத்தமான தக்காளி.
அப்படின்னா அப்படின்னா நல்ல அழகான தக்காளி இதா இது பார்த்தாச்சா, முருங்கைக்காய் பார்த்தாச்சா, இந்த வெண்டைக்காய் பாருங்க, இந்த வெங்காயம் ഇതാ ഇത് പാത്താച്ചാ. ഇനി മാധ്യമപ്രവർത്തകർക്കുള്ള ഉപദേശമാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും വക വളരെ സൗജന്യമായി. നമുക്കറിയാം, ഇന്ന് ടെലിവിഷൻ മാധ്യമം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബ്രേക്കിംഗ് ന്യൂസുകളാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, തെറ്റായ ഒരു വാർത്ത കൊടുത്താൽ പോലും പിന്നീടത് ദൃശ്യമാധ്യമങ്ങളിൽ തിരുത്തുന്ന ഒരു പരിപാടിയില്ല. പ്രിന്റ് മീഡിയയിലാണെങ്കിൽ അത് തിരുത്താറുണ്ട്. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? അപ്പം TRP റേറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ റേറ്റിങ്ങിന് വേണ്ടിയുള്ള വാർത്തകൾ കൂടുതൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ രംഗത്ത് കാണുന്ന ഏറ്റവും വലിയൊരു അപജയം. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇയാളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല. മത്സരം നല്ലതാണ്. ടെലിവിഷൻ ചാനലുകളുടെ മത്സരം കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും മനുഷ്യമുഖമുള്ള വാർത്തകൾ ജനമധ്യത്തിൽ സർക്കാരിൻ്റെ മുമ്പിലും ഭരണകൂടങ്ങളുടെ മുമ്പിലും എത്തിക്കാൻ സഹായിക്കുമെങ്കിലും അനാവശ്യമായ മത്സരങ്ങൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ജനങ്ങളിലെത്തിക്കാൻ ടെലിവിഷൻ ചാനലുകൾക്ക് കഴിയുമ്പോഴാണ് കൂടുതൽ സ്വീകാര്യത ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു നോക്കാം. ഇന്ന് കേരളത്തിൽ ന്യൂസ് ചാനലുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ന്യൂസ് ചാനലുകളുടെ എണ്ണം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മെച്ചപ്പെട്ട വാർത്തകൾ ജനങ്ങൾക്ക് നൽകാനും കൂടുതൽ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സത്യസന്ധമായ വാർത്തകൾ, വിശ്വസനീയമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുമ്പോഴാണ് ആ മാധ്യമത്തിൻ്റെ വിശ്വാസ്യതയും സ്വീകാര്യതയും കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നത്. മാധ്യമ സാന്ദ്രതയുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. 73 ദിനപത്രങ്ങൾ, അതിൽ 3 പത്രങ്ങൾ 100 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 16 ന്യൂസ് ചാനലുകൾ അടക്കം 28 TV ചാനലുകൾ, 9 FM നിലയങ്ങൾ, 40 ഓൺലൈൻ പത്രങ്ങൾ. 3.25 കോടി ജനങ്ങൾ മാത്രമുള്ള ഈ സംസ്ഥാനത്ത് ഇത്രയധികം മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പലർക്കും ഒരു അത്ഭുതമാണ്. ഈ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാൻ സാധിക്കും. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ദൃശ്യമാധ്യമങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇനി നമുക്ക് ഇത് പ്രാദേശിക തലത്തിൽ ഇന്ത്യയുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും കടന്നു ചെന്നുകൊണ്ടുള്ള വാർത്തകൾ കിട്ടുന്നതിന് എൻ്റെ അനുഭവം പറയാം. കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ പണം ഇന്നൊരു തടസ്സമേ അല്ല. ഇപ്പം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉദ്ദേശിച്ച പല വർക്കുകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും സാമ്പത്തിക കാരണത്തിൻ്റെ പേരിലല്ല. ഗവൺമെൻറ്റിന് സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പണം ഉപയോഗിച്ചുള്ള വികസനം എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്, ശരിയാ. പക്ഷെ ഇന്ന് നമ്മുടെ വികസനത്തിനു വേണ്ടി പണം കണ്ടെത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സാമ്പത്തിക സാഹചര്യമാണ്. ഇപ്പോൾ എയർ കേരള നമ്മുടെ ഒരു പെറ്റ് പ്രോഗ്രാമായിരുന്നു, നമുക്ക് നടത്താൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യവസ്ഥകൾ 5 വർഷം ഡൊമസ്റ്റിക് മേഖലയിൽ സർവീസ് നടത്തിയ ആ പാരമ്പര്യം, 20 വിമാനങ്ങൾ, ഈ 2 കണ്ടീഷൻ കൊണ്ടാണ് നമുക്ക് നടക്കാൻ സാധിക്കാതെ പോയത്. എയർ കേരള എന്ന് പറഞ്ഞപ്പം ചിലർ വന്ന് അല്പം പരിഹാസത്തോടും അല്പം മുന്നറിയിപ്പോടും കൂടി പറഞ്ഞിട്ടുണ്ട്,
KSRTC മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത ഗവൺമെൻറ് ആണോ ഇപ്പം എയർ കേരളയിലേക്ക് പോകുന്നത്? പക്ഷേ ആ പരിഹാസവും മുന്നറിയിപ്പും ഉൾക്കൊണ്ടുകൊണ്ട് അത് നടത്താൻ നമ്മൾ മുമ്പോട്ട് പോയി. പണമല്ല തടസ്സം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ആയിരുന്നു തടസ്സം. ഇവിടെ അതിവേഗ റെയിൽവേ 1,25,000 കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ വളരെ തൻ്റെ അടുത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോയി. പക്ഷേ സ്ഥലമെടുപ്പിന് അനുകൂലമല്ലാത്ത സാഹചര്യം വന്നപ്പോൾ അത് വിട്ടിട്ട് സബർബൻ റെയിൽവേ എന്ന 1 ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുക്കാതെ നിലവിലുള്ള റെയിൽവേ ലൈനിൽ കൂടിയുള്ള വികസനത്തിന് വേണ്ടി നമ്മൾ ആലോചിക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊന്നും സ്റ്റേറ്റിൻ്റെ വികസനത്തിന് ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ നമുക്ക് ധാരാളം സാധ്യത